മൈ ചാനൽ മൈ ക്രിയേഷൻസ് പ്രീത. ഇന്ന് നമുക്ക് കുഞ്ഞു കുട്ടികളുടെ അതായത് ന്യൂ ബോൺ ബേബീസിൻ്റെ ഉടുപ്പ് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. ഇപ്പോൾ വാർത്തകളിലൊക്കെ കണ്ടിരുന്നു ഉടുപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ. നമുക്ക് ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്താൽ ഉടുപ്പ് സ്വന്തമായിട്ട് തയ്ക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഫുൾ ലെങ്ത്ത് 10 ഇഞ്ച്, ചെസ്റ്റ് റൗണ്ട് 18 ഇഞ്ച്, ഷോൾഡർ 8 ഇഞ്ച്, ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ പിക്ചറിൽ വരയ്ക്കുമെന്ന് നോക്കാം. 0 to 1 അതായത് ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്യണം, അതായത് സീം അലവൻസ് എടുക്കണം. ഫുൾ ലെങ്ത്ത് പറഞ്ഞിരിക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ 10 പ്ലസ് 1.5 11.5 ഇഞ്ചാണ് നമ്മൾ 0 to 1 ഫുൾ ലെങ്ത്ത് എടുക്കുന്നത്. പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞുടുപ്പുകൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഈ പേപ്പർ തുണിയിൽ വെച്ച് തയ്ക്കാൻ നേരത്ത് എടുത്താൽ മതി. ആദ്യം ഫുൾ ലെങ്ത്ത് പറഞ്ഞിരിക്കുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി 11.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ 0 to ഇതിൽ ഞാനെല്ലാം ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. 0 to 1 എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്ത് പ്ലസ് 1.5, അതായത് 10 പ്ലസ് 1.5 11.5 ഇഞ്ച്. ഇനി 0 to 2 എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളത്, അതായത് ചെസ്റ്റ് ബൈ 4 പ്ലസ് 1. ചെസ്റ്റ് 18 ആണ് ചെസ്റ്റ് റൗണ്ട്. അപ്പോൾ ഇവിടെ 18 ബൈ 4 പ്ലസ് 1. 18 ബൈ 4 എന്ന് പറയുന്നത് 4.5 ആണ്. 4.5 പ്ലസ് 1 5.5 ഇഞ്ച്. അപ്പോൾ ഈ ലെങ്ത്ത് നമ്മൾ 11.5 അടയാളപ്പെടുത്തി ഇതിൻ്റെ വീതി 5.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. ഈ 5.5 ഇഞ്ച് തന്നെ താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെയും നമ്മൾ 11.5 മാർക്ക് ചെയ്തത് ഞാൻ കുറച്ചും കൂടെ നീക്കി മാർക്ക് ചെയ്തു, കാരണം ഇതൊരു ബോക്സിനകത്താക്കാൻ വേണ്ടിയിട്ട്. ഇത് വരച്ചു കൊടുക്കുക. മുകളിൽ 5.5 ഇഞ്ചായിരുന്നു, ആ 5.5 ഇഞ്ച് താഴെയും മാർക്ക് ചെയ്യുക. ഇനി ഈ താഴെ നിന്നും മുകളിലോട്ട് 5.5 മാർക്ക് ചെയ്തതിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഇതൊരു ബോക്സിനകത്താക്കി. ഇനി ഈ ഭാഗത്താണ് നമ്മൾ നെക്കും ആം ഹോളും വരയ്ക്കേണ്ടത്. ഞാനിത് സ്ക്വയർ ഡൗൺ ചെയ്ത് ബോക്സിനകത്താക്കി, അതായത് 0 to 1ഉം 2 to 3ഉം സ്ക്വയറിനകത്താക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ബോക്സിനകത്ത്. ഇനി 0 to 4 കാണണം. 0 to 4 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഷോൾഡർ വരെയുള്ള ഭാഗം, ഇത്രയും ലെങ്ത്ത്, ഇത് കാണണമെങ്കിൽ ഷോൾഡറിൻ്റെ പകുതി എടുത്തിട്ട് 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. അതായത് ഷോൾഡർ പറഞ്ഞിരിക്കുന്നത് 8 ഇഞ്ചാണ്. 8ൻ്റെ പകുതി 4 പ്ലസ് 0.5, അതായത് 4.5 ഇഞ്ച്. അപ്പോൾ ഈ 0യിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് 4.5 ഇഞ്ച് നമുക്ക് പേപ്പറിൽ മാർക്ക് ചെയ്യാം. ഇതാ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി 0 to 5 കാണണം. 0 to 5 എന്ന് പറയുമ്പോൾ നമുക്ക് നെക്ക് വിത്താണ് കാണേണ്ടത്. നെക്ക് വിത്ത് കാണാൻ ചെസ്റ്റ് ബൈ 12 ആണ്, അതായത് 0 to 5 ഈ ലെങ്ത്ത്, നെക്കിൻ്റെ ആ ലെങ്ത്താണ് എടുക്കേണ്ടത്, വീതി. ചെസ്റ്റ് ബൈ 12, ചെസ്റ്റ് ബൈ 12, ചെസ്റ്റ് 18 ആണ്, ചെസ്റ്റ് റൗണ്ട് 18 ആണ്. 18 ഡിവൈഡഡ് ബൈ 12 1.5 കിട്ടും. 1.5 അല്ലെങ്കിൽ 1.25 എടുക്കാം.
ഞാനിവിടെ 1.5 എടുക്കുന്നത്. 0 to 5 1.5. ഒന്നര മാർക്ക് ചെയ്തു. ഇനി ഈ നെക്ക് ഇറക്കമാണ് എടുക്കേണ്ടത്. 0 to 6 നെക്ക് ഇറക്കം എടുക്കണമെങ്കിൽ അതിൻ്റെ ഫോർമുല ചെസ്റ്റ് ബൈ 12. അതും ചെസ്റ്റ് ബൈ 12 അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം. ഞാനത് ഒരു 1.25 കൊടുക്കുകയാണ്. 1.25 ഇഞ്ച്. ഒന്നേ മുക്കാൽ അല്ലെങ്കിൽ 2 കൊടുക്കാം. അത് ഒരു ബോക്സിനകത്താക്കുക. ഇനി റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആം ഹോളാണ് വരയ്ക്കേണ്ടത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഷേപ്പ് 5 to 6 ഫോർ ഫ്രണ്ട് ആൻഡ് ബാക്ക് നെക്ക്. ഇപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5 to 6 നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി 4 to 7, അതായത് ഇവിടെ നിന്ന് ഈ ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്ക് എത്ര ദൂരം എടുക്കണം എന്ന് നോക്കാം. 4 to 7 എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ബൈ 4 മൈനസ് 1. ചെസ്റ്റ് ബൈ 4 18 ആണ് ചെസ്റ്റ് റൗണ്ട്. 18 by 4 മൈനസ് 1, അതായത് 4.5 18 by 4 കിട്ടുന്നത്. 4.5 മൈനസ് 1 3.5 ഇഞ്ച്. 3.5 ഇഞ്ച് നമ്മൾ ഈ 4ൽ നിന്നും താഴോട്ട് 7ലോട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ 4 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്തത്. 4 ഇത് 0, ഇത് 5, ഇത് 6. ഇവിടെ ഫുൾ ലെങ്ത് 0 to 1, ഇത് 0 to 2, ഇത് 2 to 3 ആണ്. ഇനി നമുക്ക് 4 to 7 3.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 to 7 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് 7 എന്ന് അടയാളപ്പെടുത്തി. ഇത് 8 കൊടുത്തു. ഈ 7 to 8 എന്ന് പറയണത് 4 to 2 ഈ ലെങ്ത് തന്നെയാണ് ഈ 7 to 8. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് കുട്ടികൾക്കാവുമ്പോൾ അധികം കുഴിച്ചു വരയ്ക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് ഒന്നും ആവശ്യമില്ല കട്ട് ചെയ്തെടുക്കാൻ. ഇനി കട്ട് ചെയ്തെടുക്കുവാണ് പേപ്പർ. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് കിട്ടി. ഇത് തുണിയിൽ വെച്ച് ഇതുപോലെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തുണിയിൽ അതായത് ഇതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ടാഗ് വേണം. അതിൽ ടാഗ് പീസിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച്, 1.5 അല്ലെങ്കിൽ 1.25 ഇഞ്ച് വീതിയും ലെങ്ത്ത് ഒരു 12 ഇഞ്ച് മതി. 12 ഇഞ്ച് നീളത്തിലുമുള്ള ഒരു 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമുക്ക് വള്ളി വെച്ച് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കുട്ടികൾക്ക്
കവർ തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. നമുക്ക് ഇവിടെ ഒരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നല്ല രസമായിരിക്കും. കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പ് നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും. ടാഗ് ഇതാ ഇവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് പേപ്പറിൽ ടാഗ് 1.25 ഇഞ്ച് നീളവും 1.25 ഇഞ്ച് വീതിയും 12 ഇഞ്ച് ലെങ്ത്തിലും ഞാൻ ഈ പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു പേപ്പർ ഫ്രണ്ടും ബാക്കും പാർട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ 2 ടാഗ് പീസും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം. ഒരു തുണി എടുത്ത് ഇത് ആദ്യം രണ്ടായിട്ട് മടക്കി അതിനുശേഷം ഇങ്ങനെ മടക്കി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത ഈ പേപ്പർ ഇവിടെ വെച്ചിട്ട് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിത് പേപ്പർ വെച്ചിട്ട് വരച്ചെടുക്കാൻ പോവാണ് തുണിയിൽ. ഇത് വരച്ചെടുത്തു. ഇനി കട്ട് ചെയ്യാൻ പോവാണ്. ഇതിന്റെ നെക്ക് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡും നെക്ക് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോള് ഒന്ന് മടക്കി അടിക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ അകത്തേക്ക് മടക്കുക. പൈപ്പിംഗ് വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇതേപോലെ എല്ലാ സൈഡും മടക്കി അടിച്ചു കൊടുക്കുക. അതുപോലെ 4 ടാഗ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെറുതെ 4 അറ്റത്തും തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഷോൾഡർ ഒന്ന് മടക്കി ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ട് ഈ ടാഗ് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ടാഗ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശവും ഇങ്ങനെ ഇട്ടിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെയാണ് ഈ ടാഗ് വെച്ച് കൊടുക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ സൈഡും അടിക്കുക. ഇനി നമുക്ക് സൈഡ് മടക്കി അടിച്ചു കൊടുക്കാം. എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത് അതാണ് മടക്കി അടിച്ചു കൊടുക്കേണ്ടത്. ന്യൂ ബോൺ ബേബീസിൻ്റെ ഉടുപ്പ് റെഡി ആയി കഴിഞ്ഞു.
ഇത് ശരിക്കും ഫ്രണ്ട് ഓപ്പൺ വെച്ച് ചെയ്യുന്നതാണ് നമുക്ക് ഇടാൻ എളുപ്പം. പിന്നെ ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സിമ്പിൾ മെത്തേഡ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ വേറെ മോഡൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.